Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഉള്ളി വടയുടെ റെസിപ്പി കാണാം. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ്, സവോള. അപ്പോൾ സവോള ഞാൻ എടുത്തേക്കുന്ന ഒരു 4 മീഡിയം സൈസിലുള്ള സവോള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതാണ്. അത് ഈ ബോളിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കുറച്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് നമ്മുടെ എരിവിന് കണക്കാക്കി ഇടാം. ഞാനൊരു 1.5 പച്ചമുളകാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇഞ്ചി വളരെ കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, വളരെ കുറച്ച്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം പൊടി, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയിടാം. നമ്മൾ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് സവോളയിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് വരും. അപ്പം നമ്മളല്ലാതെ എക്സ്ട്രാ വെള്ളം ഒഴിക്കത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ പുകയുമെന്നുള്ള എരിയുമെന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ പച്ചമുളകും മുളക് പൊടി ആദ്യം ഇടണ്ട, ഉപ്പ് മാത്രം ഇട്ടിട്ട് വേണമെങ്കിലും നന്നായിട്ട് ഞെരിടാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനൊരു 4-5 മിനിറ്റ് സമയം എടുത്താണത് മിക്സ് ചെയ്ത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവ്, 1.5 ടേബിൾ സ്പൂൺ മൈദ. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചേർക്കുന്ന മൈദയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ സവോളയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ വെള്ളമയം ഉണ്ടെങ്കിൽ കൂടുതൽ മൈദയും കടലമാവും കൂടെ ഒരേ അളവിൽ ചേർക്കാം. കുറച്ചും കൂടെ ചേർക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം ചേർക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം, പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം ചേർക്കുന്ന പേഴ്സണലി എനിക്കിഷ്ടമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് ഞെരടി ഒന്ന് ചെറുതായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കും. ഇത് മതിയാവും. അപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്തത്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അകത്തോട്ട് വേവാൻ എളുപ്പമാണ്. അതുകൊണ്ട് നടുക്ക് ചെറിയൊരു ഹോൾ ഞാൻ ഇടുകയാണ്. ഇതേപോലെ അപ്പം നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വിട്ട് വരുവാന്ന് തോന്നുന്നു, ഒരുപാട് വിട്ട് പോകുന്നു തോന്നിയാൽ എപ്പോഴും ഇച്ചിരി മൈദയോ കടലമാവോ ചേർത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തിടാൻ. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള വടയും ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം വട ഉണ്ടാക്കുമ്പോൾ കയ്യിലൊട്ടുവാൻ തോന്നുവാണെങ്കിൽ എപ്പോഴും ഇച്ചിരി കയ്യിൽ വെള്ളം നനച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കയ്യിലൊട്ടുന്നത് അവോയ്ഡ് ചെയ്യും. നമ്മുടെ ലാസ്റ്റ് ബാച്ചും ഫ്രൈ ചെയ്തെടുത്തു. ഉള്ളിവടയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നടുഭാഗം അല്ലെങ്കിൽ അകത്തോട്ടത് വേവാണ്ട് വരും, പച്ചമാവ് വരും. അതുകൊണ്ടാണ് നമ്മളൊരു ഹോളൊക്കെ കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.